ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിൻ്റെ ചലഞ്ച് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ളവർ IELTS, OET, UKVA എന്നിങ്ങനെ തുടങ്ങിയ കോഴ്സുകൾ ചെയ്ത് വിവിധ രാജ്യങ്ങളിൽ ഒരു ജോലിക്കായോ മൈഗ്രേഷന് വേണ്ടിയോ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ശ്രമിച്ചവർ, കൂടാതെ ഡിഗ്രി മുതൽ അതിന് മുകളിൽ ഉള്ളവർ, ഉദാഹരണമായി എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഫിനാൻസ്, ജേർണലിസം, മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, മറ്റൊരു ജോലി അന്വേഷിക്കുന്നവർ, ഇവർക്കെല്ലാം എന്താണ് ഇംഗ്ലീഷിൻ്റെ ചലഞ്ച് എന്ന് ചോദിച്ചാൽ അവർക്ക് പേഴ്സണലി വ്യക്തമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആക്യുറേറ്റായ ഇമ്പോർട്ടൻസ്. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയോ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റുകളെ പറ്റിയോ മനസ്സിലാക്കാതെ ഒരാഗ്രഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആവേശത്തിൻ്റെ പുറത്തോ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഇംഗ്ലീഷ് പഠിക്കുവാൻ ചിലവാക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട പണം ഇവയൊക്കെ നഷ്ടമാകും. നിങ്ങളുടെ അറിവില്ലായ്മ, അതായത് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഇംഗ്ലീഷ്, നിങ്ങളുടെ വിലപ്പെട്ട സമയം, പണം ഇവയെ നഷ്ടപ്പെടുത്തിയേക്കാം. ഈ റിയാലിറ്റി ഇംഗ്ലീഷിനെ വളരെ സീരിയസ് ആയി കണ്ടു പഠിക്കുവാൻ തുടങ്ങിയവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട പണം, സമയം നഷ്ടപ്പെടാതെ പഠിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിൽ നിരവധി എൻകറേജ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമി എന്ന ചാനലും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ തുടങ്ങിയ പേജുകളും ഫോളോ ചെയ്യുവാൻ മറക്കരുത്. ഇവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ അക്കാഡമിയുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. എന്താണ് ഇംഗ്ലീഷിൻ്റെ ചലഞ്ച്? ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ചലഞ്ച് എന്നത് ഗ്രാമറാണ്. വാട്ട് ഈസ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റി പല ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻസ് കാണുവാൻ സാധിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ദ സെറ്റ് ഓഫ് സ്ട്രക്ചറൽ റൂൾസ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് ഗ്രാമർ എന്നാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഘടനാപരമായ നിയമങ്ങളുടെ കൂട്ടത്തെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ എന്താണെന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ശ്രദ്ധിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമുക്ക് തൃപ്തികരമായ ഒരു ആൻസറോ ഇതിൽ നിന്നും ഒരുപക്ഷെ കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ നമുക്ക് ഇവയെ വളരെ ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ വ്യക്തമായി പ്രകടമാക്കുന്നതിന് വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് ഗ്രാമർ. അതായത് വിവിധ സാഹചര്യങ്ങളെ എങ്ങനെ പറയണം എന്നുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് ഗ്രാമർ. ഈ സ്ട്രക്ചറുകൾ അറിയാതെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുവാൻ തുടക്കത്തിൽ ശ്രമിച്ചാൽ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, ഈവൻ സ്പോക്കൺ ഇംഗ്ലീഷ് പോലും ടഫായി തോന്നും. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമർ മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കുക. ഇല്ലായെങ്കിൽ ട്രിക്സ്, ഈസി മെത്തേഡ്, ന്യൂ സ്ട്രാറ്റജി ഇതുമായി ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടക്കത്തിൽ ശ്രമിച്ചാൽ നിങ്ങളെ അവസാനം ഗ്രാമറിൽ ഫോക്കസ് ചെയ്യുവാൻ നിർബന്ധിതരാക്കി തീർക്കും. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ചലഞ്ച്. ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ചലഞ്ച് എന്നത് ഗ്രാമറാണ്. ഗ്രാമറിനെ അവോയ്ഡ് ചെയ്ത് ഇംഗ്ലീഷിനെ എത്ര കണ്ട് പഠിക്കുവാൻ ശ്രമിച്ചാലും നിങ്ങളെ ഗ്രാമറിൽ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമറും പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ വിലപ്പെട്ട പണം, സമയം എന്നിവയെ സേവ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഈ വീഡിയോ പരിചയപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.